പുസ്തകം. സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ ആ അധ്യായം 39-ാം അധ്യായത്തിലാണ്, 5-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ച് തള്ളിയ അധ്യായം. പക്ഷെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല കേട്ടോ. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫ് നിമിത്തം. അവിടെ തൊട്ട് വായില്ലേ, 39:5 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കിയേ. അതുകൊണ്ട് യോസെഫ് തനിക്ക് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. 5-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ലൈൻ. യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. ഇവിടെ ഒരു ദൂത് ഞാൻ പറയുക. അനുഗ്രഹിക്കപ്പെട്ട നീ എവിടെ ചെന്നാലും ആ ചെല്ലുന്ന വീടിന് നീ ഒരു അനുഗ്രഹമായി. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ ഗ്രഹിക്കത്തക്ക രീതിയിലോട്ട് പോകാം, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും യഹോവ മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. എസെക്കിയേൽ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, ഞാൻ ഇന്നാളിൽ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചൊരു വാക്യമാണ്. 44-ാം അധ്യായം 30-ാമത്തെ വാക്യം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 44:30 എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 30-ാമത്തെ വാക്യം. സകലവിധ ആദ്യ ഫലങ്ങളിലും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാ വക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം. അതല്ല വിട്. നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന്. അപ്പൊ നിന്റെ വീട്ടിന്റെ മേൽ അനുഗ്രഹം വരുത്തണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. യോസഫ് നിമിത്തം മിസ്രൈമിന്റെ വീടിന്മേൽ അനുഗ്രഹം വന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കൊരു വെളിപ്പാട് പറയുന്നത്, ചില വീടുകൾക്കകത്ത് അനുഗ്രഹം വരുവാൻ സമയമായി. നെഞ്ചത്ത് കഴിയുമ്പോൾ അതെൻ്റെ വീട്ടിലാന്ന് പറ, അതെൻ്റെ വീട്ടിലാന്ന് പറ. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, എൻ്റെ വീടിൻ്റെ കാര്യമാ ലാലു, എൻ്റെ വീടിൻ്റെ കാര്യമാ. അല്ലല്ല, എൻ്റെയാ. ഒരാമയും വരുന്നില്ല. ചില വാശി ഈ വിഷയത്തിൽ വേണം. ഞാൻ ദൂത് വെളിപ്പെടുത്തുക, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ വീടിന് മേൽ അനുഗ്രഹം വരാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പുറപ്പാട് പുസ്തകത്തിൽ ഇച്ചിരൂടെ വലിയൊരു വാക്യമുണ്ട്, വായിക്കാൻ സമയം എടുക്കുന്നില്ല. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കാം. അപ്പൊ വീടിനെ അനുഗ്രഹിക്കാമെന്ന് മാത്രമല്ല, നിന്റെ വീട്ടിൽ ഇളവാകുന്ന അപ്പത്തെയും നിന്റെ നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് ശത്രു ലജ്ജിക്കുന്ന ദിവസമാ. കാരണം നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം പകരപ്പെടുക. ഓ യേശുവിന്റെ നാമത്തില് സ്തോത്രം ചെയ്യണേ ചെയ്തോ, ആരാധിക്കണേ ആരാധിച്ചോ. ആരും നിന്റെ കൈക്ക് പിടിക്കത്തില്ല. പക്ഷെ ആത്മാവ് പറയുക, നിന്റെ വീട്ടിനകത്ത് അനുഗ്രഹം വരുത്തും, നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിച്ചു വരണം. പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. യഹോവ 39:5 യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. ഓ നല്ല വാക്യമാ. വീട്ടിന്റെ മേലും വയലിന്റെ മേലും അവനുള്ള സകലത്തിന്മേലും ഒരാമയും വരുന്നില്ല.